ഏതൊരു മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട മാസമാണ് വൈശാഖ മാസം. പുണ്യങ്ങളുടെ മാസം എന്നറിയപ്പെടുന്ന വൈശാഖത്തിലെ ഓരോ ദിവസത്തിനും പ്രത്യേകതകളുണ്ട്. ഇതിൽ സുബ്രഹ്മണ്യ പ്രീതിക്കായിട്ട് ഭക്തർ അനുഷ്ഠിക്കുന്ന വ്രതമാണ് വൈശാഖ ഷഷ്ഠി. എല്ലാ മാസത്തിലും ഷഷ്ഠി വരുന്നുണ്ടെങ്കിലും വൈശാഖ മാസത്തിലെ ഷഷ്ഠിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പുണ്യങ്ങളുടെ മാസമായ വൈശാഖത്തിൽ വരുന്ന ഈ ഷഷ്ഠിവ്രതം അനുഷ്ഠിച്ചാൽ മുരുകൻ്റെ ഇരട്ടി അനുഗ്രഹം തേടി വരുമെന്നാണ് വിശ്വാസം. എന്താണ് വൈശാഖ ഷഷ്ഠിയുടെ പ്രാധാന്യം? വീട്ടിലിരുന്ന് വ്രതം നോക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചൊരു വിശദമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. വൈശാഖ മാസം എന്ന് മഹാവിഷ്ണു ഏറ്റവും പ്രിയപ്പെട്ട മാസമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഈ മാസത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ പുണ്യപ്രവർത്തികൾക്ക് പോലും വലിയ ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതായത് വൈശാഖത്തിൽ വരുന്നത് കൊണ്ട് വിഷ്ണു ചൈതന്യവും സുബ്രഹ്മണ്യ ചൈതന്യവും ഒത്തുചേരുന്ന ദിനമാണ്. അതുകൊണ്ട് തന്നെ തീരാത്ത തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്കും ശത്രുദോഷം കൊണ്ട് വലയുന്നവർക്കൊക്കെ വൈശാഖ ഷഷ്ഠി വ്രതം ഒരു രക്ഷാ കവചമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിലൊക്കെ ചൊവ്വാദോഷമുള്ളവർക്കും ഈ ഒരു ദിവസം മുരുകനെ ഭജിക്കുന്നത് ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഈ 2026 തീയതിയും സമയവും ഞാൻ പറയാം. അപ്പോൾ ഈ വർഷത്തെ വൈശാഖ ഷഷ്ഠി വരുന്നത് 2026 ഏപ്രിൽ 22 ബുധനാഴ്ചയാണ്. തിഥി ആരംഭിക്കുന്നത് ഏപ്രിൽ 22 പുലർച്ചെ 1:19 AM തിഥി അവസാനിക്കുന്നത് ഏപ്രിൽ 22 രാത്രി 10:49 PM അപ്പോൾ ബുധനാഴ്ച ദിവസം ഷഷ്ഠി വരുന്നത് വിദ്യയ്ക്കും ബുദ്ധിശക്തിയും വളരെ ഉത്തമമാണ് കേട്ടോ അന്നേ ദിവസം. അതുപോലെ തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ഭക്തിപൂർവ്വം വ്രതം നോക്കാം. അതായത് നമ്മൾ തലേ ദിവസം പഞ്ചമി എടുത്തുകൊണ്ട് വ്രതം തുടങ്ങണം. രാവിലെ തന്നെ സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് ശുദ്ധിയായി നിലവിളക്ക് തെളിയിച്ച് ഓം ശരവണ ഭവായ എന്ന മന്ത്രം കുറഞ്ഞ 108 പ്രാവശ്യങ്ങളിൽ ജപിക്കുക. പകൽ പൂർണ്ണ ഉപവാസമോ അല്ലെങ്കിൽ ഉപ്പില്ലാത്ത ഒരു നേരത്തെ ആഹാരമോ കഴിക്കാം. സസ്യാഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ബ്രഹ്മചര്യം നോക്കണം. പീരീഡ്സോ പുലവാലമോ ഒന്നും പാടില്ല. പിന്നെ വീട്ടിൽ സുബ്രഹ്മണ്യൻ്റെ വിഗ്രഹമോ ചിത്രമോ ഉണ്ടെങ്കിൽ ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുന്നത് വിശേഷമാണ്. പിന്നെ വഴിപാടുകൾ എന്താണെന്ന് വെച്ചാൽ ഈ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് കുറച്ച് വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അതായത് നമ്മുടെ മനഃശാന്തിക്കും ഐശ്വര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പാലഭിഷേകം നടത്താം. അതുപോലെ വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനൊക്കെ ആയിട്ട് പഞ്ചാമൃതം വഴിപാട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നാരങ്ങ വിളക്ക് ഭഗവാനെ സമർപ്പിക്കുന്നത് നല്ലതാണ്. നമുക്ക് ശത്രുക്കളുടെ ശല്യം മാറുന്നതിനും തടസ്സങ്ങൾ നീറുന്നതിനും ഏത് രീതിയിലുള്ള തടസ്സം മാറുന്നതിനും നമുക്ക് നാരങ്ങ വിളക്ക് അന്നേ ദിവസം സമർപ്പിക്കുന്നതും നല്ലതാണ്. പിന്നെ ഷഷ്ഠി അർച്ചനയുണ്ട്. അത് ഉദ്ദിഷ്ടകാര്യ വിജയത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ ആ സമയത്ത് ഷഷ്ഠി അർച്ചന കഴിക്കുന്നത്. വ്രതം അവസാനിപ്പിക്കേണ്ടത് പിറ്റേന്ന് രാവിലെ, അതായത് ഏപ്രിൽ 23 പിറ്റേന്ന് രാവിലെ കുളിച്ച് അതിരാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കുക. ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച ശേഷം തുളസി തീർത്ഥമോ ക്ഷേത്രത്തിലെ തീർത്ഥമോ സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. അതല്ല നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി തീർത്ഥം കുടിച്ച് പാരണം വിടുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുളസി തീർത്ഥത്തിൽ കുറച്ച് മലരോ തുളസിയില ഇട്ട് വെച്ചിട്ട് നമുക്ക് ആ തീർത്ഥം കുടിച്ച് ആ പാരണം വിടാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പറ്റുമെങ്കിലും മൗനവ്രതം സാധിക്കുമെങ്കിൽ കുറച്ച് സമയമെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും ഒരു മൗനവ്രതം പാലിക്കുന്നത് ആ വ്രതത്തിന് കൂടുതൽ ശക്തി നൽകാനായിട്ട് നല്ലതാണ്. പിന്നെ നമ്മൾ ഏറ്റവും കാര്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഈ ഷഷ്ഠി വ്രതം എടുക്കുന്നവർ ദാനധർമ്മം. ഈ ദിവസം ദരിദ്രർക്ക് ഭക്ഷണമോ വസ്ത്രമോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ദാനം, അതായത് അർഹിക്കുന്നവർക്ക് മാത്രം കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് കുടുംബങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുകയും വഴക്കുകളൊക്കെ ഒഴിവാക്കുകയും ചെയ്യാം. മറ്റേ ഹാർഡായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ചീത്ത വാക്കുകൾ കൊണ്ട് ഒരാളുടെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും പാടില്ല. നമ്മൾക്ക് ആരോടും ഒരു ഉപദ്രവം ചെയ്യാതെ ആ ദിവസം ഭഗവാനെ മാത്രം പ്രാർത്ഥിച്ച് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് വ്രതം എടുക്കാവുന്ന. സന്താന സൗഭാഗ്യത്തിനും രോഗശാന്തിക്കൊക്കെ കുടുംബത്തിൽ ഐശ്വര്യം നിറയാനൊക്കെ ഈ വൈശാഖ ഷഷ്ഠി വ്രതം നിങ്ങളെ സഹായിക്കും കേട്ടോ. അത്രയേറെ പുണ്യമുള്ളൊരു ഷഷ്ഠിയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് വൈശാഖ മാസം എന്നത് മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണല്ലേ. ഈ മാസത്തിൽ ചെയ്യുന്ന ഏത് പുണ്യപ്രവൃത്തികൾക്കും അതൊരു വലിയ ഫലം ലഭിക്കും. അതുകൊണ്ട് തന്നെ 2 ദൈവങ്ങളുടെ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. വൈശാഖത്തിൽ വരുന്നത് കൊണ്ട് തന്നെ വിഷ്ണു ചൈതന്യവും നമുക്ക് കിട്ടും. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ചൈതന്യവും ഒത്തുചേരുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാനും തടസ്സങ്ങളൊക്കെ മാറാനായിട്ട്, ഏത് രീതിയിലുള്ള തടസ്സങ്ങൾ മാറാനും അതുപോലെ ശത്രുദോഷം കൊണ്ടൊക്കെ വലയുന്നവർക്കൊക്കെ വൈശാഖ ഷഷ്ഠി വ്രതം ഏറ്റവും ഉത്തമമാണ്. പിന്നെ ചൊവ്വാദോഷം, നമ്മുടെ ജാതകത്തിലുള്ള ചൊവ്വാദോഷം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഈ ദിവസം മുരുകനെ ഭജിക്കുന്നത് ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വൈശാഖ ഷഷ്ഠി വ്രതം എടുക്കേണ്ടത് 2026 ഏപ്രിൽ 21 ചൊവ്വാഴ്ചയാണ്. അന്നേ ദിവസം നമ്മൾ പകൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. അതുകൊണ്ട് നമുക്ക് ഒരിക്കലെന്ന് പറയുമല്ലോ. അപ്പോൾ ആ ഒരിക്കലെടുത്തതിന് ശേഷം രാത്രിയിലേക്ക് ഭക്ഷണമോ പഴങ്ങളോ കഴിക്കാവുന്നത്. ഇനി ഷഷ്ഠി വ്രതം, അതായത് വ്രത ദിവസം തീയതി 2026 ഏപ്രിൽ 22 ബുധനാഴ്ചയാണ്. അത് മറക്കരുത്. അത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ്
അതായത് സൂര്യോദയം മുതൽ അസ്തമയം വരെയാണ് പ്രധാന വ്രതാനുഷ്ഠാനം. അന്നേ ദിവസം പൂർണ്ണ ഉപവാസമോ അല്ലെങ്കിൽ ഉപ്പില്ലാത്ത ഒരു നേരത്തെ ആഹാരമോ കഴിക്കാം. ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് മാസം വ്രതം എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കാം, ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കഴിച്ച് നമുക്ക് വ്രതം എടുക്കാം. പിന്നെ ഷഷ്ടി തിഥി ആരംഭിക്കുന്നത് 2026 ഏപ്രിൽ 22 പുലർച്ചെ 1:19 AM ഷഷ്ടി തിഥി അവസാനിക്കുന്നത് ഏപ്രിൽ 22 10:49 PM. അപ്പോൾ വ്രതം അവസാനിപ്പിക്കൽ പാർണ വീടൽ തീയതി 2026 ഏപ്രിൽ 23 വ്യാഴാഴ്ച സപ്തമിയാണ്. അപ്പോൾ പുലർച്ചെ അതായത് അതിരാവിലെ കുളിച്ച് പൂജകൾക്ക് ശേഷം ക്ഷേത്രത്തിലെ തീർത്ഥമോ തുളസി തീർത്ഥമോ സേവിച്ച് നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാം. ഏതൊരു വ്രതത്തിൻ്റെയും വിജയം എന്നത് നമ്മളത് എത്രത്തോളം ഭക്തിയോടും ശുദ്ധിയോടും കൂടി ചെയ്യുന്നു എന്നതിലാണ്. വൈശാഖ മാസത്തിലെ ഈ പുണ്യഷഷ്ടി ദിനത്തിൽ ആർഭാടങ്ങളാക്കാൻ ഉപരിയായി മനഃശുദ്ധിയോടെ മുരുകനെ ധ്യാനിച്ച് നമുക്ക് സാധിക്കട്ടെ. വിട്ടുമാറാത്ത ദുരിതങ്ങൾ മാറാനും കുടുംബത്തിൽ ഐശ്വര്യം നിറയാനും കുട്ടികളുടെ അഭിവൃദ്ധിക്കുമായിട്ട് നമുക്ക് ഈ വ്രതം സമർപ്പിക്കാം. ഏപ്രിൽ 22 വരുന്ന ഈ വിശേഷപ്പെട്ട ദിവസം ഒട്ടും പാഴാക്കാതെ എല്ലാവരും ഭക്തിപൂർവ്വം വിനിയോഗിക്കുക. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. വരാനിരിക്കുന്ന വൈശാഖ ഷഷ്ടി എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം എല്ലാവരും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത തവണ ഇതിലും നല്ല വീഡിയോയിൽ കാണാം. അതായിരിക്കും. നന്ദി, നമസ്കാരം.